ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് ചിക്കൻ്റെ ഒരു വെറൈറ്റി ഡിഷ് ആയാലോ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 4-5 വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ സ്മോൾ പീസസ് ആക്കിയിട്ടുള്ളത് നമ്മൾ ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളുത്തുള്ളി ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം, ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വെളുത്തുള്ളി കരിഞ്ഞു പോയാൽ ഒന്നിനും പറ്റത്തില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. ഒരു 100 ml പോലെ മതിയാവും. നമ്മൾ ഒരു ചിക്കൻ്റെത് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് ചെയ്യാം. അപ്പം നമ്മൾ നന്നായിട്ട് ഫ്രഷ് ക്രീമും ഗാർലിക്കും ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. നമുക്ക് കൂടുതൽ ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കപ്പിലൊരു കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ചൊരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രം മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ഊർജ്ജം. അതുകൊണ്ട് ഒന്ന് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അതിലേക്ക് നമുക്കൊരു ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകും. വളരെയധികം ശ്രദ്ധിക്കണം ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത്. ഇതേപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വേറൊരു പാനിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ ഈ ക്രീം നമ്മൾ ഇതിലേക്ക് ചേർന്ന് കൊടുക്കുന്നത്. അതിനാദ്യം വെളിച്ചെണ്ണ ഒഴിച്ച്, പാൻ ചൂടാതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമി ടെക്സ്ചറുള്ള ഈ ഒരു ഇത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതായതുകൊണ്ട് വേവാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മാത്രം മതിയാവും. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ചിക്കൻ റെസിപ്പിയാണ്. നല്ല ചൂടുണ്ട്. നമുക്ക് ചൂടോടെ കൂടെ ഇത് പത്തിരിയുടെ കൂടെയോ അതല്ലെങ്കിൽ പൊറാട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.